ഹേ എവരി വൺ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഓർഡർ ബ്ലോക്ക് യൂസ് ചെയ്ത് ഒരു എൻട്രി എടുക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡേ ടൈം ഫ്രെയിമിൽ നല്ലൊരു ലോ മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് ഡ്രോ ചെയ്തതിന് ശേഷം 1 ഹവറിലോട്ട് സ്വിച്ച് ചെയ്ത് നോക്കിയപ്പം അവിടെയും ഒരു ക്രിയേറ്റ് ചെയ്ത ലോയിനെ മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ 5 മിനിറ്റ്സിലോട്ട് സ്വിച്ച് ചെയ്തു. 5 മിനിറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും നല്ല രീതിക്ക് തന്നെ ആ സ്വീപ്പിന് ശേഷം മാർക്കറ്റ് ഒരു MSS തന്നിട്ടുണ്ട്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. സോ നമ്മൾ ആ സ്ട്രക്ചർ ഷിഫ്റ്റ് ഒന്ന് ജസ്റ്റ് ഡ്രോ ചെയ്ത് കാണിച്ചാൽ ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു സ്ട്രക്ചർ ഇവിടെ തന്നെ തന്നിട്ടുണ്ട് എഫിജിയോട് കൂടെ തന്നെ. അതോടൊപ്പം തന്നെ അതിൻ്റെ മുകളിലായിട്ടും നല്ലൊരു ഇവിടെ നോക്കിയാൽ നല്ലൊരു MSS മാർക്കറ്റ് തന്നിട്ടുണ്ട്. പിന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ലാസ്റ്റ് ഒരു എക്സ്ട്രീം ആയിട്ടൊരു MSS ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റ് എത്രത്തോളം ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം മൂവ്മെൻറ്റ് തന്നുവെന്നും ബുള്ളിഷിലോട്ട് കൺവേർട്ട് ആയെന്നും. സോ നമ്മൾ ആ ഒരു MSS മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ ആ MSS ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ച ലാസ്റ്റ് ലോയിനെയാണ്. ഇവിടെ നോക്കുമ്പോൾ ആ ഒരു ബുള്ളിഷ് സിനേറിയോയിൽ ലാസ്റ്റ് ബിയർ സ്കാനിൽ കാണാൻ പറ്റും. OB എന്താ പറഞ്ഞാൽ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടായിരുന്ന ബിയർ സ്കാനിലായിരിക്കും ആ ഒരു ബുള്ളിഷ് OB എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ബുള്ളിഷ് OB മാർക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ എന്താക്കി ആ ഒരു FEG കൂടെ ഫൈൻഡ് ചെയ്യണം. എന്ന് വെച്ചാൽ വാലിഡ് ഓർഡർ ബ്ലോക്കിന് എപ്പോഴും നല്ലൊരു FEG കൂടെ അവിടെ ഉണ്ടാണ്. MSSനൊപ്പം തന്നെ നല്ലൊരു FEG കൂടെ ഫൈൻഡ് ചെയ്യാൻ പറ്റണം. സോ FEGയും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നടന്നിട്ട് ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്നും കുറേ പേര് ബൈ എടുത്ത് അവർ സ്റ്റോപ്പുള്ള സൈഡിന് താഴെ വെക്കുകയും അത് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് പിന്നെയും താഴോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇൻഡ്യൂസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു വാലിഡ് ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്യാം. സോ നമുക്ക് ആ ഓർഡർ ബ്ലോക്കിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ എൻട്രി നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏകദേശം ആ ഒരു ഓപ്പണിംഗ് നമ്മൾ എൻട്രി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് ആ ഒരു OBൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ചുകൂടെ ബ്രീതിങ് സ്പേസ് കൊടുത്ത് നമുക്ക് വെക്കാം. ഓക്കെ, ഏകദേശം ഓൾമോസ്റ്റ് ആ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഹൈ വരെ നമുക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ്. അതിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ആ ഒരു OBയെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് എങ്ങനെയാണ് ജസ്റ്റ് അത് ടാപ്പ് ചെയ്ത പാടെ തന്നെ മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ഓർഡർ ബ്ലോക്ക് യൂസ് ചെയ്ത് എൻട്രി നോക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് കാണുന്നവരെ ബൈ.